ചോറിൻ്റെ കൂടെ ഇതുപോലൊരു സൈഡ് ഡിഷ് ഉണ്ടെങ്കിൽ എത്ര ചോറ് നമുക്ക് തിന്നുന്ന് പോലും മനസ്സിലാവില്ല. അത്രയും രുചിയിലുള്ളൊരു ഡിഷാണിത്. അപ്പോൾ ഇതൊരു സൈഡ് ഡിഷ് മാത്രമാണെങ്കിലും നമുക്കൊരു മെയിനായിട്ട് തന്നെ ഉള്ളൊരു കറിയായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒരു സാധനവും വേണ്ട, അത്രയും രുചിയാണ്. അപ്പോൾ ഇതൊരു പഴയകാല റെസിപ്പി ആയിരിക്കും, പലർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും, എന്നാൽ ഞാനിത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അത്രയും രുചിയാണ് ഇതിന്. ചോറിന് മാത്രമല്ല, നമ്മൾ ദോശ, ഇഡ്ഡലി ഏതിൻ്റെ കൂടെയും നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പം ആയിക്കഴിഞ്ഞാലും എന്തിൻ്റെ കൂടെയും നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നല്ല കിടിലൻ ടേസ്റ്റ് ആട്ടോ ഇത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, സവാള മാത്രം മതിയാകും. അതും വെറും ഒരു സവാള മാത്രം വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഒരു അടികാട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കുക, എന്നാൽ മാത്രമേ ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു സവാള ഇതുപോലെ നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ സ്ലൈസ് ആയിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 4 പേർക്കുള്ള അളവാണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്ര ആളുണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ അളവൊക്കെ കൂട്ടിക്കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാനൊരു 10-15 ചെറിയ ഉള്ളി എടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട്. ഇഞ്ചിൻ്റെ അളവ് കൂടി പോകണ്ട. അപ്പോൾ ചെറിയ ഉള്ളി കൂടിക്കഴിഞ്ഞാലും ടേസ്റ്റ് കൂടിയേ ഉള്ളൂ, അത് കുഴപ്പമുള്ള കാര്യമല്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ വെല്ലുള്ളി മാത്രം എടുത്താൽ മതിയാകും. ചെറിയ ഉള്ളിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ, അതുകൊണ്ട് മാത്രമാണ് ഇതെടുത്തത്. ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, വെല്ലുള്ളി മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇത് ചേർത്തിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സവാളയൊക്കെ ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ വേറെ തക്കാളിയും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഉള്ളി മാത്രം തന്നെ മതിയാകും. നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു സൈഡ് ഡിഷ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ കരിഞ്ഞു പോകാണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കരിഞ്ഞു പോയി ആ ഒരു കളറ്, ഒരു ബ്ലാക്ക് കളറൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ വിചാരിച്ച ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇത് ഏകദേശം ഒരു ബ്രൗൺ കളറായി വരുന്നവരെ മാത്രം നമ്മളിതൊന്ന് വാട്ടിയെടുത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ചധികം തന്നെ കറിവേപ്പിലയാണ്. കറിവേപ്പില എത്രത്തോളം ചേർക്കുന്നോ അത്രയും ടേസ്റ്റാണ്. അതുപോലെ തന്നെ കറിവേപ്പിലേൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡിഷ് നമുക്ക് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ എത്രത്തോളം ഉണ്ടോ അത്രയും നിങ്ങൾ ചേർത്തോളാം. മാക്സിമം ഒരു കൈപ്പിടിയോളം ചേർത്താൽ നല്ലത് തന്നെ. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ്. ഞാനിവിടെ ഇപ്പോൾ 1 ടീസ്പൂണാണ് ചേർത്തത്. അപ്പോൾ നിങ്ങളടുത്ത് നല്ല മുളക് പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ തന്നെ ചേർക്കാം. കാരണം കുറച്ച് എരിവ് നിൽക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് വീട്ടിലുള്ള ഒരു സവാള മാത്രം മതിയാകും നമുക്ക് ഈ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് നമുക്ക് വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. വീട്ടിലുള്ള ചേരുവകൾ മാത്രം നമുക്ക് ഈ തയ്യാറാക്കാൻ മതിയാകും. അപ്പോൾ നമ്മൾ ഈ മുളക് പൊടിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ചെറിയ തീയിലിട്ട് ആ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കണം. അതിനുശേഷം നമ്മളൊരു ചെറിയ സൈസിൽ പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിയും കൂടിയും ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ പുളിയിൽ ഒന്ന് ചൂട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടത്, അതിനു വേണ്ടി നമ്മളിതിലേക്ക് ഒരു കഷ്ണം ശർക്കരയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടിയും ചേർത്തിട്ട് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചൂടിന് തന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതായി കിട്ടും. ഇനിയിപ്പോൾ ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ മിക്സിയിൽ അരിയിലാന്ന് പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് ചതക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ശർക്കരേൻ്റെ പൊടി ഉണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ളതും നല്ല ടേസ്റ്റ് കിട്ടുന്നതും ശർക്കര ചേർക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ മാത്രം 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇത് തണിയാൻ വേണ്ടി നല്ലോണം ഇങ്ങോട്ടേക്കൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിത് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനുള്ളതാണ്. ഒരുപാട് അങ്ങ് അരച്ചെടുക്കരുത്. അപ്പോൾ മിക്സിയിൽ ചൂട് തണുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മിക്സിയിൽ പെട്ടെന്ന് തെറിച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിതിൽ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാണ്ടാണ് അരച്ചെടുക്കുന്നത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോകും. അപ്പോൾ ഇതാ മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഒരുപാടങ്ങ് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കരുത്, കുറച്ച് തരിതരിപ്പായിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ. അപ്പോൾ ഇതാ ഒരു പ്രാവശ്യം അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ സൈഡിൽ നിന്നൊക്കെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി അരച്ചെടുത്താൽ മാത്രം മതിയാകും. ഒരുപാട് പേസ്റ്റ് ആയി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് നഷ്ടമാകും, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയത് രാവിലെ അരച്ച ആ ഒരു ദോശ ഉണ്ടല്ലോ, നമ്മൾ അരച്ചിട്ടപ്പാട് ചൂടുന്ന ദോശയില്ലേ, ആ ഒരു ദോശക്കായിട്ട് ഉണ്ടാക്കിയത്. ഏതിനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ പൊങ്ങിയ ദോശ കഴിക്കഴിഞ്ഞാലൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് വീണ്ടും ഒന്ന് ഞാൻ മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ആ ഒരു സമയം നമുക്ക് നോക്കിയിട്ട് ഉപ്പോ ഇനി മുളക് പൊടി എന്തെങ്കിലും വേണമെങ്കിൽ ആ ഒരു മിക്സി തന്നെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ ഇതാ ഞാനൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണ് നമ്മൾ ഉള്ളി വെച്ചിട്ട് ചെയ്തെടുത്തത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിന് വേറെ കറിയില്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഡിഷാണിത്. അപ്പോൾ ഇതൊരു പഴയകാല റെസിപ്പിയാണെന്ന് തന്നെ പറയാം നമുക്ക്.
പണ്ട് ഇതുപോലെ നമ്മളെ വീട്ടിൽ തേങ്ങയോ അല്ലെങ്കിൽ ഉള്ളിയൊന്നും ഇല്ലാത്ത സമയം ഇതുപോലെ ആയിരിക്കും ചിലപ്പോൾ മിക്കവാറും അമ്മയും അമ്മമാരൊക്കെ ഉണ്ടാക്കി തരുന്നത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഇതിൻ്റെ മേലെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ നമുക്കിനി വീണ്ടും കാണാം. താങ്ക്